ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ ഗെയിം ചേഞ്ചർ വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെയായിരുന്നു. ലാലേട്ടൻ നിന്ന് അടിപൊളിയായിട്ട് തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ടുപോയത്. കാരണം ഇത്രയും നാളത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വെച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചായിരുന്നു. എക്സെപ്റ്റ് ഒരു കാര്യം മാത്രം, അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അതും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ആക്കി വേണം പറയാനായിട്ട്. ആദ്യമേ തന്നെ നമ്മുടെ സിജോന്റെ കാര്യമാണ് ലാലേട്ടൻ പറയുകയുണ്ടായത്. അതായത് നമ്മുടെ സിജോ റോക്കി ഉണ്ടായ പ്രശ്നം നമ്മുടെ വീട്ടുകാരോട് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സിജോനെ കുറിച്ച് ആരും ഒരാൾ പോലും ചോദിച്ചില്ലല്ലോ. അതായത് ബിഗ് ബോസിനോടോ ആരോടും പോയി ഒരാൾ പോലും അന്വേഷിച്ചില്ല. അതായത് സിജോയ്ക്ക് എങ്ങനെയുണ്ട്, സിജോന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ആരും അന്വേഷിച്ചില്ല. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു പുറത്ത്. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി, ആരെയെങ്കിലും അന്വേഷിച്ചിരുന്നോ, ഇത്രയും ദിവസമായിട്ട് ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പത്തേക്ക് നമ്മുടെ ശ്രീരേഖയും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യം എഴുന്നേറ്റ് ഇത് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പത്തേക്കും നമ്മുടെ ജാസ്മിൻ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ജാസ്മിൻ എടുത്ത വഴിക്ക് പറയാണ്, എനിക്ക് അത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ജാസ്മിന്റെ നിലവാരത്തെയാണ് അവിടെ എടുത്തു കാണിച്ചത് അല്ലെ. നമ്മുടെ ലാലേട്ടൻ അതിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാൻ എനിക്ക്. കാരണം ജാസ്മിൻ നല്ല രീതിയിൽ ഇന്ന് ലാലേട്ടൻ എല്ലാ മറുപടികളും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, കുറെ കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിജോന്റെ കാര്യം, വൈൽഡ് കാർഡിന്റെ കാര്യം, പിന്നെ ഇന്ന് നമ്മുടെ ലാലേട്ടൻ കുറെ കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, അതൊക്കെ പറയണം. പിന്നെ നമ്മുടെ ജിൻഡോന്റെ കാര്യം കുറച്ച് പറയാനുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് സിജോന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ സിജോന്റെ ഈ കാര്യത്തെ കുറിച്ചാണ് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടുകാരുടെ ഒരു നിലവാരം തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആർക്കും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരായി പോയി നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലുള്ള ആൾക്കാർ. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുൻ സീസണിലൊക്കെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വയ്യാതായിട്ട് ഹോസ്പിറ്റലിലോട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ആ കണ്ടസ്റ്റൻസുകളുടെ വിവരങ്ങൾ എന്താണെന്ന് ബിഗ് ബോസിനോട് ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ബിഗ് ബോസ് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അവസാനം അവർ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തായി, എന്താണ് അപ്ഡേഷൻ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ശത്രുക്കളാണെങ്കിൽ പോലും നല്ല രീതിയിൽ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവരും ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഈ സീസണിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു മനുഷ്യൻ പോലും സിജോനെ കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും എല്ലാവരുടെയും ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേര് പോയി, രണ്ട് ഗെയിമേഴ്സ് പോയി, അപ്പൊ നമുക്ക് അത്രയും സമാധാനമായുള്ളൂ. ഒരു നല്ല ഗെയിമേഴ്സ് പോയി, അപ്പൊ ഞാൻ എന്റെ ഒരു സ്ഥാനം കുറച്ചുകൂടി നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്ന ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് പോയത്. പക്ഷെ ആ ഒരു ഗെയിം സ്പിരിറ്റ് ആണെങ്കിൽ നമുക്ക് അതൊരു നല്ലൊരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിക്കില്ല. ആ ഒരു മാനസിക പരിഗണന അവിടെ കാണിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ആവശ്യമുള്ള കാര്യമായിരുന്നു. അതെന്തായാലും നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റ് തന്നെ ചോദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സിജോന് വീട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ടായി, നിങ്ങൾക്ക് സിജോനെ അറിയുകയും കേൾക്കുകയൊന്നും വേണ്ട, പക്ഷെ സിജോ പറഞ്ഞിരുന്നു വീട്ടുകാരെ കാണണം, സംസാരിക്കണം, അതുകൊണ്ട് മാത്രം സിജോനെ വിളിക്കുന്നു പറഞ്ഞിട്ട് സിജോനെ വിളിച്ചു. അപ്പം സിജോന്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവിടുന്ന് പോയ ഒരു സിജോ അല്ല, താടിയൊക്കെ പോയി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സിജോ പറഞ്ഞായിരുന്നു. അതായത് സിജോയ്ക്ക് ഇപ്പൊ 2-3 സ്ക്രൂ ഉണ്ട്, 2 പ്ലേറ്റ് ഉണ്ട്, പിന്നെ കുറെ പ്ലാസ്റ്റർ ഒക്കെ ഉണ്ട് വായിക്കകത്ത്. അപ്പൊ അതൊക്കെ റിക്കവർ ആകാനായിട്ട് 2 ആഴ്ചയാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നാണ് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. സിജോ തിരിച്ചു വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇനി സിജോ നല്ല രീതിയിൽ തന്നെ കളിക്കും. കാരണം ഇനിയിപ്പം വീട്ടുകാരുടെ സ്വഭാവം എന്തായാലും സിജോയ്ക്ക് മനസ്സിലായി എന്താന്നുള്ളത്. അപ്പൊ ഇനി അതിനനുസരിച്ച് സിജോയ്ക്ക് കളിക്കാം, സിജോയ്ക്ക് തന്നെ കളിക്കാം, ആരെയും കൂട്ടുകൂട്ടേണ്ട കാര്യമില്ല. സിജോ നന്നായിട്ട് തന്നെ കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് സിജോ വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ സിജോ പറയുന്നുണ്ടായി, എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, ആരോടും പിണക്കമില്ല, എനിക്ക് ആകെ കമ്മിറ്റ്മെന്റ് ഉള്ളത് പ്രേക്ഷകരുടെ അടുത്ത് മാത്രമാണ്, പിന്നെ എന്റെ അമ്മയുടെ അടുത്തും. എന്റെ അമ്മയോട് ഇതുവരെ സംസാരിക്കുകയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നത് പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ കളിക്കാനാണ്, അതുപോലെ തന്നെ നല്ലൊരു ഗെയിം ഷോയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ഞാൻ നല്ലൊരു മത്സരാർത്ഥിയായി കപ്പ് ഉയർത്തിക്കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ സിജോ പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് സിജോ പോയത്. സിജോ സീക്രട്ട് റൂമിലാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം സീക്രട്ട് റൂമിലൊന്നല്ല, സീക്രട്ട് റൂമിലാണെങ്കിൽ നമ്മളെ കാണിക്കും, അത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണല്ലോ സീക്രട്ട് റൂം എന്ന് പറഞ്ഞാൽ. അപ്പൊ സീക്രട്ട് റൂമിലൊന്നല്ല, ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിജോ ചിലപ്പോൾ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് റിക്കവർ 2 ആഴ്ചക്ക് ശേഷം സിജോ ഓക്കെ ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. നമുക്ക് അതിനെന്തായാലും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ
എന്നൊന്ന് കമന്റ് ചെയ്യണം. അതിനുശേഷം പിന്നത്തെ കാര്യം വരുന്നത് പിന്നെ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ജിൻഡോ ഉറങ്ങിയ ഒരു കേസ്. ജിൻഡോ അവിടെ സമ്മതിക്കുന്നില്ലല്ലോ ജിൻഡോ ഉറങ്ങി എന്നുള്ള. എല്ലാവരും നമ്മൾ ക്യാമറയിൽ ഒന്ന് വ്യക്തമായിട്ട് കണ്ടതാണ് ജിൻഡോ ഒന്ന് മറ്റേ സിഗരറ്റ് വലിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് ഉറങ്ങുന്നത്. പക്ഷെ ജിൻഡോ എല്ലാവരുടെ അടുത്തും തർക്കിച്ച് പറയുന്നുണ്ട് ഞാനല്ല ഉറങ്ങിയത്, എനിക്കറിയില്ല. എന്നിട്ട് പിന്നെ റൂളൊക്കെ കുറെ ചേഞ്ച് ചെയ്തു. ഭയങ്കര അത് കുറച്ച് വിഷയമായ ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അതിന്റെ വീഡിയോ ക്ലിപ്പും നമ്മുടെ ലാലേട്ടൻ കാണിക്കുന്നുണ്ടായി. അതിനകത്ത് മുന്നേ നമ്മുടെ ജിൻഡോ ഉറങ്ങിയ ഫുൾ വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ നോറൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഭയങ്കര കൈയൊക്കെ അടിച്ച് പറയുന്നുണ്ട് ഓ സൂപ്പർ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത് അടുത്തത് നമ്മുടെ ജിൻഡോ അപ്പൊ അത് മനസ്സിലോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നീട് പറയാം. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ ജാസ്മിന്റെ കാര്യമാണ്. ജാസ്മിൻ മൈക്ക് ഊരിട്ട് സംസാരിച്ചില്ല. അപ്പൊ അതും നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ചോദിച്ചു, ജാസ്മിന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനത് ഓർത്തില്ല, അറിയാതെ ചെയ്തു പോയതാണ്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അറിയാതെ ഒരു പ്രാവശ്യമല്ല ചെയ്യുന്നത്, 2, 3, 4 പ്രാവശ്യമായി ചെയ്തു. അപ്പൊ ആളത് സമ്മതിക്കുന്നില്ല. അപ്പൊ ഒന്ന് ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോക്കകത്ത് നമ്മുടെ ആദ്യമേ തന്നെ ഓൾറെഡി പുതപ്പിനകത്ത് വെച്ചിട്ട് സംസാരിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ മൈക്ക് ഊരിട്ട് സംസാരിക്കുന്നത്. അതല്ലാതെ കുറെ വീഡിയോസ് കാണിക്കുന്നുണ്ട് ഈ ഓരോരുത്തരോടൊക്കെ സംസാരിക്കുന്ന മൈക്ക് ഇല്ലാതെ 3-4 പ്രാവശ്യത്തോളം ഉണ്ട്. പിന്നെ ബിഗ് ബോസ് പറയുന്നതുണ്ട് ഓൾറെഡി 4 പ്രാവശ്യം വാണിംഗ് തന്നു, ഇനി ചെയ്താൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ടും അപ്പത്തേക്കും നമ്മുടെ ജാസ്മിന്റെ മുഖമൊക്കെ ആകെ ഒരുമാതിരിയായി. ഇനി തെറ്റുപറ്റി, ഇനി ശ്രദ്ധിച്ചോളാം, ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞാലും ജാസ്മിൻ വീണ്ടും ഇത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്. എത്ര കണ്ടാലും നമ്മുടെ ജാസ്മിൻ പഠിക്കില്ല. അതിനുശേഷം നമ്മുടെ ജിൻഡോ, അവിടെയാണ് ഒരു ഗെയിം ചേഞ്ച് വരുന്നത്. നമ്മുടെ ജിൻഡോ അവിടെ തകർക്കുകയായിരുന്നു പോയിന്റുകൾ കൊണ്ട്. ഓൾറെഡി നമ്മുടെ ജിൻഡോ കുറച്ച് ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം മറ്റേ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഓൾറെഡി ഇതായി. പക്ഷെ അതും ഒരു ഗെയിം ആയിക്കൊണ്ട് എഴുതിയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ ഒരു പ്രാവശ്യം അതായത് റെസ്റ്റ് റൂം അല്ല ബാത്റൂമിൽ പോയിട്ട് മീൻസ് കുളിക്കാൻ കയറിയപ്പോഴത്തേക്കും അവിടുന്ന് അപ്പോ രണ്ടിടത്തെടുത്താണല്ലോ റെസ്റ്റ് റൂം. അപ്പൊ ഇങ്ങനെ നോക്ക് ചെയ്തു, 3 പ്രാവശ്യം നോക്ക് ചെയ്തു എന്ന്. അപ്പം നമ്മുടെ ജിൻഡോ കരുതി എന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ജിൻഡോ മിണ്ടാതെ അങ്ങോട്ടും നോക്ക് ചെയ്തു. അപ്പത്തേക്കും നമ്മുടെ ജാസ്മിൻ ചോദിച്ചു ഗബ്രി എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് അവർക്ക് സംസാരിക്കാനായിട്ട് എളുപ്പമായിരിക്കും, കാരണം ടാപ്പ് തുറന്നിട്ടിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ഞാനിവിടെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പത്തേക്കും എക്സ്പോസ് ആയി, ആ ഒരു കാര്യം എക്സ്പോസ് ചെയ്തു. അതുപോലെ തന്നെ പുതപ്പിനടിയിൽ പോയിട്ട് ഇവർക്ക് സെപ്പറേറ്റ് ബെഡ് ഉണ്ടെങ്കിലും ഇവര് 2 പുതപ്പിനകത്താണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും പുതപ്പും കവർ ചെയ്തുകൊണ്ട് സംസാരിക്കാം, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ജിൻഡോന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാത്തതും സൗണ്ട് കേൾക്കാത്തതും വീട്ടിൽ രാവിലെ സോങ് ഇടുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കാം, അപ്പൊ ആരും ശ്രദ്ധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവരിങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും നോറയ്ക്ക് ഇട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. നോറയും നമ്മുടെ റസ്മിനും അതായത് പിന്നെ ജാസ്മിൻ, ഇവര് 3 പേരും നമ്മുടെ തുടക്കത്തിൽ അത് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ റൂമിനകത്ത് ബെഡ് ഉണ്ടായിട്ടും ബെഡിൽ കിടക്കാതെ നമ്മുടെ അതായത് ലിവിംഗ് റൂമിൽ വന്നിട്ട് പുതപ്പ് പൊതിച്ചിട്ട് മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പത്തേക്കും നോറയൊക്കെ ആകെ ഡിമ്മായിപ്പോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ റസ്മിനും അതുപോലെ തന്നെ നോറ പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ ഇവര് 3 പേരും ഓൾറെഡി ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്നതാണ് എന്ന് എല്ലാവരും ഒരു ചർച്ചാ വിഷയമുണ്ട്. എന്തായാലും ആ ഒരു ചർച്ച നമ്മുടെ അവരുടെ ആ ഒരു ഗെയിമിനെ എന്തായാലും നമ്മൾ ജിൻഡോ പൊളിച്ചടുക്കി. അതിന്റെ ദേഷ്യം നല്ല രീതിയിൽ നമ്മുടെ നോറയ്ക്കും റസ്മിനും ഒക്കെ ഉണ്ട്. അപ്പൊ ജാസ്മിൻ അതിനെ എടുത്ത് പറയുന്നുണ്ട്, അതായത് ഈ റെസ്റ്റ് റൂമിൽ സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലാലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പത്തേക്കും ഇങ്ങനെ ആൾക്കാർ അങ്ങനെ വിചാരിക്കും, ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആൾക്കാരൊന്നും വിചാരിക്കുന്നില്ല, കാരണം എല്ലാവരും എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും വിചാരിക്കാനും അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ജാസ്മിനുള്ള നല്ല രീതിയിലുള്ള മറുപടി നമ്മുടെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജാസ്മിന് വേണ്ടിയുള്ള ഒരു ദിവസമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ജാസ്മിന്റെ ഒരു ഇന്നത്തെ ദിവസം അങ്ങ് ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ലാലേട്ടൻ അവിടെ എടുത്ത് പറയുന്ന അവർ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റന്റ് അത് പറയേണ്ട ആള് ജാസ്മിൻ തന്നെ. ജാസ്മിന്റെ അടുത്ത് ആ മുഖത്ത് ആ എക്സ്പ്രഷൻ മനസ്സിലാവുന്നത്, അതായത് ലാലേട്ടൻ പറയുന്നൊന്നും ഇഷ്ടപ്പെടാതെ
ഒരു ദേഷ്യം പോലുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ അവിടെ കാണുന്നുണ്ടായി. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താണുള്ളത്? അതും ഇത്രയും ഒരു വലിയ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പിന്നെ സംസാരത്തിന് ഇടയിലൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ വന്ന് പറയുന്നത്. ലാലേട്ടൻ അവിടെ വേറെ അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും വന്ന് പറയുന്നില്ല. അവരുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ എടുക്കണമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ പിന്നെ കോർട്ട് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പവർ ടീമിന് വേണ്ടിയുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. പവർ ടീമിലെ ആൾക്കാരെ എങ്ങനെ എന്തൊക്കെ അവരുടെ കുറ്റങ്ങളൊക്കെ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തു. ആ ഒരു ടാസ്ക് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നി. അത് ലാലേട്ടൻ തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു. കാരണം അവര് കൈകാര്യം ചെയ്ത രീതി അത്ര നല്ല രീതിയിൽ തോന്നിയില്ല. പിന്നെയും നോറ പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആയി. പക്ഷെ ഒത്തിരി കൺവിൻസ്ഡ് ആയിരുന്നില്ല. കാരണം എല്ലാം പറഞ്ഞതും അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ തമ്മിൽ എന്ന് പറഞ്ഞത് എനിക്ക് നോറയുടെ ആയിരുന്നു തോന്നിയത്. അത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ പിന്നത്തെ വേറെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിന്റെ ഒരു തുമ്മൽ ചായ ഉണ്ടായിരുന്നല്ലോ. ആ തുമ്മൽ ചായയുടെ വീഡിയോ ക്ലിപ്പും കൂടെയാണ് അവസാനമായിട്ട് വീഡിയോ ക്ലിപ്പായിട്ട് കാണിച്ചത്. അതോടെയാണ് നമ്മുടെ ജാസ്മിൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ജാസ്മിന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആരെയും കുറ്റപ്പെടുത്താനോ ആക്കാനോ വേണ്ടിയിട്ടല്ല വീഡിയോ കാണിച്ചത്. കാരണം ആ വീഡിയോ കാണിക്കേണ്ടത് തന്നെയാണ്. കാരണം അവിടെയുള്ള വീട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്നതും. അപ്പൊ ഇനിയും അങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല. കാരണം അവിടെ ഹൈജീനിക് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഹൈജീനിക് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇത്രയും പേര് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹൈജീനിക് ഇല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യം. അപ്പൊ അത് അവിടെ കാണിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പിന്നെ അവിടെ നമ്മുടെ ജാസ്മിൻ ഭയങ്കര ഘോരമായിട്ട് പറയുന്നുണ്ട്, ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാൻ 2 ദിവസം കൂടിയിട്ടോ 3 ദിവസം കൂടിയിട്ടോ കുളിക്കുന്നുള്ളൂ, എനിക്ക് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഭയങ്കര അഭിമാനമായിട്ടാണ് ജാസ്മിൻ കാണുന്നത്. പക്ഷെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. പേഴ്സണൽ ഹൈജീനും നന്നായിട്ട് നോക്കി കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ മൂപ്പരാള് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ ആ സങ്കടം കണ്ടിട്ട് എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തത്. ആ ഒരു വീഡിയോ ഇപ്പൊ നമ്മളെല്ലാവർക്കും ചിലപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്തോ എപ്പോ വേണേലും നമുക്ക് തുമ്മാനൊക്കെ തോന്നും. പക്ഷെ ഒരു മേനേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളിപ്പം ഓപ്പൺ ആയ ഒരു ഏരിയയിൽ ഓപ്പൺ ആയിട്ട് അങ്ങ് തുമ്മോ? ഇല്ല. അപ്പൊ അതിൻ്റെതായ മേനേഴ്സിലൂടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. തുമ്മൽ ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും തുമ്മൽ വരാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയിട്ടും വേണം ചെയ്യാനായിട്ട്. പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു രീതിയിൽ പോലും ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഇല്ല എന്നാണ് വേണം പറയാനായിട്ട്. ഓരോ കാര്യം വൃത്തി എന്ന് പറഞ്ഞ സാധനം എടുത്തുകൂടെ പോയിട്ടില്ല. അതല്ലാതെ വായിൽ വരുന്ന വർത്തമാനങ്ങളാണെങ്കിലും അവിടെ കാണിച്ചു കൂടുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരാൾക്ക് പോലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തായാലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളുടെ ഗെയിമിനെ നല്ല രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്കൊരു പ്രതീക്ഷയില്ല ജാസ്മിൻ ഇനിയിപ്പോ നന്നായിട്ട് കളിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവുമെന്ന്. ഇനി നമ്മുടെ ജാസ്മിന്റെ വീട്ടിലെ ഫാദറിന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഓൾറെഡി അറ്റാക്ക് വന്നതാണെന്നൊക്കെ പറയുന്നു. ജാസ്മിൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം എന്താവും അറിയത്തില്ല. ജാസ്മിൻ നന്നായിട്ട് കളിച്ചാൽ, നല്ലതായിട്ട് കളിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ ജാസ്മിന് കൊള്ളാം. എന്തായാലും ഇന്ന് ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം പോലും പറയാതിരുന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് ആയിരുന്നു ലാലേട്ടന്റെ. കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ ലാലേട്ടൻ ഇത്ര ഫയർ ആയിട്ടും എന്നാൽ ഭയങ്കരമായ രീതിയിലുള്ള വഴക്കോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞത്. അതെന്തായാലും പൊളിച്ചു. അത് അടിപൊളിയായിരുന്നു. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് കാർഡിന്റെ കാര്യം, ഇന്നെന്തായാലും നമ്മൾ വൈൽഡ് കാർഡുകളൊന്നും കേറിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നാളെ എന്തായാലും കേറുന്നില്ല വൈൽഡ് കാർഡുകളൊന്നും. എനിക്ക് തോന്നുന്നു മൺഡേയോ ട്യൂസ്ഡേയോ ഈ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും 3 or 4 പേരോ കേറുന്നതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഉറപ്പായിട്ടും ഒരു പ്രത്യേക ഒരു മാറ്റിപ്പിടുത്തലോട് കൂടി തന്നെ ആയിരിക്കും നമ്മുടെ 3 അല്ലെങ്കിൽ 4 ഇത്രയും പേര് ഉറപ്പാണ്. എന്തായാലും 3 അറ്റ്ലീസ്റ്റ് ഉറപ്പാണെന്ന് തോന്നുന്നു. അത് കൺഫേം ആയിക്കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വീഡിയോ എന്തായാലും പറയാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ നാളെ എന്തായാലും ഈസ്റ്റർ എപ്പിസോഡാണ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നാളെ ഉള്ളത്. പിന്നെ നമുക്ക് മൺഡേയോ അല്ലെങ്കിൽ ട്യൂസ്ഡേ എന്തായാലും നമുക്ക് നോക്കാം. വൈൽഡ് കാർഡിന്റെ കാര്യം ഉറപ്പാണ് എന്തായാലും കയറണം. കാരണം അവർ കയറിയില്ലെങ്കിൽ നമ്മുടെ ഗെയിം എന്തായാലും താഴോട്ട് പോകും. കാരണം സിജോ ഇനി എന്തായാലും 2 ആഴ്ചത്തേക്ക് എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പൊ ഇനി നല്ല വൈൽഡ് കാർഡുകൾ വന്നാൽ മാത്രമേ നമ്മുടെ ഗെയിമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും പിന്നെ റെസ്റ്റിന്റെ കാര്യം പറയാൻ മറന്നുപോയി.
നമ്മുടെ സിജോന്റെ കാര്യം പറയണ്ടായല്ലോ, അതായത് സിജോന്റെ കാര്യം ആരും അന്വേഷിച്ചില്ല എന്നപ്പോഴത്തേക്കും രശ്മി ആണെങ്കിൽ രശ്മി കുറച്ചിലധികം ഇച്ചിരി അഹങ്കാരം കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ പവർ റൂമിലോട്ട് കയറി എനിക്ക് ആദ്യം തൊട്ട് ആൾ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്തുള്ള ഗെയിം എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോഴത്തേക്ക് എഴുതിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അപ്പോഴത്തേക്കും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത് പറഞ്ഞ് ക്ലോസ് ചെയ്ത കാര്യമല്ല, അത് പിന്നെ എന്തിനാണ് പിന്നെ അത് എഴുന്നേറ്റ് നിൽക്കുന്നത്, നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ലാലേട്ടൻ 24/7 ഈ എപ്പിസോഡ് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ലൈവ് ഫുൾ, അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണ്? ലാലേട്ടൻ അത്രയും ബിസി ആയ മനുഷ്യനാണ്. എന്തായാലും ഫുള്ള് കാണുന്നുണ്ടോ കാണുന്നില്ല എന്നൊന്നും ചോദിക്കേണ്ട കാര്യം ഈ റസ്മിന് ഇല്ല. അത് ഒരാൾക്കും ചോദിക്കേണ്ട കാര്യമില്ല. കാണുവോ കാണാതിരിക്കുവോ, എന്തായാലും അവിടെ അറിയേണ്ട കാര്യങ്ങളും കേൾക്കേണ്ട കാര്യങ്ങളും എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും തന്നെയാണ് ലാലേട്ടൻ ഇങ്ങോട്ട് വരുന്നത്. അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത്, അല്ലാതെ ചുമ്മാ കാണാതെയും കേൾക്കാതെയും ഒന്നല്ല ലാലേട്ടൻ വന്ന് ചുമ്മാ അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അത് തന്നെ രശ്മിന് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ഇത്രയും വലിയൊരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെയും ഇത്രയും ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കേണ്ട ഒരാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഒരു അനാവശ്യമായ ടോപ്പിക് ആയിരുന്നു. അതിന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് റസ്മിനും അതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പത്തേക്കും റസ്മിൻ സന്തോഷമായി. റസ്മിൻ അങ്ങ് ഇരുന്നു. അതിനുശേഷം പിന്നെ ജിൻഡോ എന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതായത് ഞങ്ങളുടെ തെറ്റാണ്. പക്ഷെ എനിക്കതൊരു അഭിനയമായിട്ടൊന്നും തോന്നിയില്ല. ആള് അല്ലാതെ ഇതായിട്ട് തന്നെ ഒരു ആക്ടിങ്ങോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങൾ ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. അപ്പത്തേക്കും വീട്ടുകാരൊക്കെ അങ്ങ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നമ്മുടെ റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് ഷോ കാണിക്കാണ്ട് നിൽക്കാനൊക്കെ പറഞ്ഞു. അപ്പത്തേക്കും ലാലേട്ടൻ അത് കേട്ടു. അങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനും കിട്ടി നല്ല രീതിക്ക് തന്നെ. ജാസ്മിനും റസ്മിനും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും നല്ല രീതിയിൽ കളിക്കട്ടെ. ഇവർ ഈ ജാസ്മിൻ റസ്മിൻ ആ കോംബോ ഒന്നും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അതൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അവരുടെ ഗെയിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത്. അതുപോലെ തന്നെ നോറയാണ് അനാവശ്യമായിട്ട് ചുമ്മാ കുറെ വഴക്കുണ്ടാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നോറയുടെ പേര് അവിടെ കേട്ട് കഴിഞ്ഞാൽ നോറ അവിടെ നിന്ന് കിടന്ന് തുള്ളും. അതിന്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നു ഓൾറെഡി പ്ലാൻ ചെയ്ത് അവരവിടെ വന്ന് ഗെയിം കളിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.